ഹായ് ഗായ്സ്, കലിബ്രന്ന് യൂട്യൂബ് ചാനൽ അവർക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 7 6th വീക്ക് എവിക്ഷനിലേക്കുള്ള വോട്ടിംഗ് ആണ് ഇപ്പോൾ ഹോട്ട്സ്റ്റാർ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിന്ന് 11 മണി വരെയുള്ള ഒരു അൺഒഫീഷ്യൽ വോട്ടിംഗ് സ്റ്റാറ്റസ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മുടെ മുമ്പിലുള്ളത് 13 മത്സരാർത്ഥികളാണ്. 13 മത്സരാർത്ഥികൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥി ആരാണെന്നും ആർക്കാണെന്ന് വോട്ട് ചെയ്യുന്നതും കൂടെ വീഡിയോയുടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതോടൊപ്പം വരും മണിക്കൂറിൽ കൃത്യമായ വോട്ടിംഗ് വിവരങ്ങളും ബിഗ് ബോസ് സംബന്ധപ്പെട്ടുള്ള എല്ലാ ന്യൂസും അറിയാൻ നമ്മുടെ ചാനൽ സന്ദർശിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ഏതായാലും ഇന്ന് 11 മണി വരെയുള്ള വോട്ടിംഗ് ലിസ്റ്റിൽ 1ാം പൊസിഷൻ അത് അനുമോൾ തന്നെയാണ് തുടരുന്നത്. യാതൊരു മാറ്റമില്ലാണ്ട് തുടരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് അനുമോൾ. വോട്ടിങ്ങിൻ്റെ തുടക്കം മുതൽ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം നടത്തി 11,600 എന്ന കൂറ്റം വോട്ടിൻ്റെ ബലത്തിൽ 1ാം പൊസിഷനിലാണുള്ളത്. 2ാം പൊസിഷനിൽ തൊട്ടു പിന്നാലെ അനീഷ് ഉണ്ട്. അനീഷും വോട്ടിങ്ങിന് തുടക്കം മുതലേ നല്ലൊരു വോട്ടിംഗ് പ്രകടനം നടത്തിയ ഒരു മത്സരാർത്ഥിയാണ്. അനുമോളുമായിട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. 9,800 വോട്ട് നേടി 2ാം പൊസിഷനാണുള്ളത്. 3ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായിട്ട് അക്ബർ ഖാൻ കയറി വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ഹൗസിൽ പ്രകടനത്തെ ആസ്പദമാക്കിയാണ് അക്ബർ ഖാൻ ഇത്രയും വോട്ട് കയറിയത്. ആദിലെ അട്ടിമറിച്ചുകൊണ്ടാണ് അക്ബർ ഖാൻ 3ാം പൊസിഷനിൽ കയറി വന്നിരിക്കുന്നത്. ഇപ്പോൾ 8,600 വോട്ട് നേടിയാണ് 3ാം പൊസിഷനിലുള്ളത്. 4ാം പൊസിഷനിലേക്ക് ആദില തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അക്ബർ ഖാനുമായിട്ടുള്ള ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ തൻ്റെ പൊസിഷൻ നഷ്ടപ്പെട്ട് 4ാം പൊസിഷനിലേക്ക് വന്നിരിക്കുന്നത്. 5ാം പൊസിഷനിൽ അട്ടിമറി മുന്നേറ്റമായിട്ട് ആര്യൻ ഖത്തറിയാണ് കയറി വന്നിരിക്കുന്നത്. ആര്യൻ വീണ്ടും അട്ടിമറി മുന്നേറ്റം നടത്തിയിരിക്കുന്നു. 7,300 വോട്ട് നേടിയാണ് നെവിനെ അട്ടിമറിച്ചുകൊണ്ട് തൻ്റെ 5ാം പൊസിഷനിലേക്ക് തിരിച്ചു കയറി വന്നത്. 6ാം പൊസിഷനിൽ നെവിൻ തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് നെവിൻ പിന്തള്ളപ്പെട്ടത്. 7,266 വോട്ട് നേടി 6ാം പൊസിഷനിലാണ് ഇപ്പോൾ തുടരുന്നത്. 7ാം പൊസിഷനിൽ റെന ഫാത്തിമ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. നേരത്തെ നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം നടത്തി അട്ടിമറി മുന്നേറ്റമായി 7ാം പൊസിഷനിൽ വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ചെറിയൊരു വോട്ടിംഗ് ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ 5,976 വോട്ട് നേടി 7ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 8ാം പൊസിഷനിൽ ബിന്നി സെബാസ്റ്റ്യനാണ് ഉള്ളത്. 5,900 വോട്ട് നേടിയാണ് അഭിലാഷിനെ അട്ടിമറിച്ചുകൊണ്ട് ബിന്നി സെബാസ്റ്റ്യൻ 8ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുന്നത്. 9ാം പൊസിഷനിൽ അഭിലാഷാണുള്ളത്. അഭിലാഷ് ഇപ്പോൾ വളരെ ചെറിയൊരു വോട്ടിൻ്റെ വ്യത്യാസത്തിൽ തൻ്റെ പൊസിഷൻ നഷ്ടപ്പെട്ട് 9ാം പൊസിഷനിലേക്ക് വീണുപോയിരിക്കുകയാണ്. ഇപ്പോൾ 5,890 വോട്ടിൻ്റെ ബലത്തിൽ 9ാം പൊസിഷനിൽ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. 10ാം പൊസിഷനിൽ മസ്താനിയാണ് ഇപ്പോഴും ഉള്ളത്. മസ്താനി ഒരു ഘട്ടത്തിൽ 11ാം പൊസിഷനിലുണ്ടായിരുന്നു. എന്നാൽ വേദലക്ഷ്മി അട്ടിമറിച്ചുകൊണ്ട് 10ാം പൊസിഷനിലേക്ക് കയറി വന്നിരിക്കുകയാണ്. 5,780 വോട്ടിൻ്റെ ബലത്തിലാണ് 10ാം പൊസിഷനുള്ളത്. 11ാം പൊസിഷനിൽ വേദലക്ഷ്മി തള്ളപ്പെടുകയാണ് ചെയ്തിരിക്കുന്നത്. ബിഗ് ബോസ് ഹൗസിലെ പല പ്രകടനത്തെ ആസ്പദമാക്കിയാണ് വേദലക്ഷ്മിക്ക് ഇപ്പോൾ വോട്ടിംഗ് കുറഞ്ഞിരിക്കുന്നത്. നേരത്തെ 7ാം പൊസിഷനിലുണ്ടായിരുന്ന മത്സരാർത്ഥിയായിരുന്നു. ഇപ്പോൾ 5,500 വോട്ട് നേടി 11ാം പൊസിഷനിൽ നിന്ന് ഡേഞ്ചർ പൊസിഷനിലേക്ക് വീണുപോയിരിക്കുകയാണ്. 12ാം പൊസിഷനിൽ പ്രവീൺ തന്നെ തുടരുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. പ്രവീണിന് ചെറിയ രീതിയിലുള്ളൊരു വോട്ടിംഗ് മുന്നേറ്റമുണ്ട്. ഇപ്പോൾ 5,400 വോട്ടിൻ്റെ ബലത്തിൽ 12ാം പൊസിഷനിൽ തന്നെ തുടരുകയാണ്. 13ാം പൊസിഷനിൽ സാബുമാനാണുള്ളത്. സാബുമാൻ ഇത്തവണ പുറത്തു പോകാൻ ചാൻസ് കൽപ്പിക്കുന്ന മത്സരാർത്ഥിയാണ്. ഇപ്പോൾ ലാസ്റ്റ് പൊസിഷനാണ്. 4,607 വോട്ടോടുകൂടി 13ാം പൊസിഷനിലാണുള്ളത്. താങ്ക് യു.